ശ്രീനാരായണ ഭക്തരായ മഹാജനങ്ങളെ, ഇന്ന് അതിമനോഹരമായൊരു ദിവസമാണ്. സുന്ദരന്മാരും സുന്ദരിമാരുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മെ സൗന്ദര്യത്തിൽ ആറാടിച്ച, സ്നേഹത്തിൽ ആറാടിച്ച കുമാരനാശാനെ പറ്റിയുള്ള ഒരു പ്രസംഗം തികച്ചും ഉചിതം തന്നെയാണ്. നമ്മുടെ പ്രിയങ്കരനായ കവി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 100 വത്സരം തികയുകയാണ്. എന്നാൽ 2023 എടുത്തു കഴിഞ്ഞാൽ അത് ആശാൻ്റെ 150ാമത്തെ ജന്മദിനവുമാണ്. ആശാൻ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണ ഇന്നും നമ്മുടെ മനസ്സിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ഭാവനയിൽ ഇന്നും നിലനിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കേവലം 51 വർഷം മാത്രമുള്ള ഒരു ഹ്രസ്വമായ ജീവിതം. ആ ജീവിതത്തിൽ തൻ്റെ ഭാവന അതിൻ്റെ ഔന്നത്യത്തിലെത്തിയിരിക്കുന്ന സമയം, അതായത് കരുണ എന്ന കാവ്യം രചിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് വിധിയുടെ കരാളഹസ്തം ആ മഹാകവിയെ നമ്മിൽ നിന്നും എന്നേക്കുമായി അപഹരിച്ചത്. ഒരു 15 വർഷത്തെ മാത്രം നീണ്ടു നിന്ന കാവ്യസപര്യക്കുള്ളിലാണ് ആശാൻ ഈ മഹത്തായ വിശ്വോത്തരങ്ങളായ കവിതകളെല്ലാം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ഒരു 10 വർഷം കൂടിയോ 20 വർഷം കൂടിയോ ആ മഹാപ്രതിഭ ജീവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എന്തെല്ലാം മഹത്തരങ്ങളായ കൃതികൾ ലഭിച്ചേനെ. ഒന്ന് വളരെ ഉറപ്പാണ്, ഗുരുദേവനെപ്പറ്റിയും ഗുരുദേവൻ്റെ ജീവിതത്തെപ്പറ്റിയും ദർശനങ്ങളെപ്പറ്റിയും ഒരു മഹാകാവ്യം രചിക്കുവാൻ ആശാൻ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അത് നടന്നില്ല. അത് നമ്മുടെ നഷ്ടം തന്നെയാണ്. 2009 നാം വീണപൂവിൻ്റെ വാർഷികം സമഗ്രമായി ഈ കേരളം മുഴുവൻ, നമ്മുടെ മലയാളം സംസാരിക്കുന്ന ആ ലോകം മുഴുവൻ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് നളിനിയുടെയും ലീലയുടെയും ആഘോഷങ്ങൾ കഴിഞ്ഞു. 2019 ചിന്താവിഷ്ടിയായ സീതയുടെ സ്മരണ 100ാം വാർഷികം നാം ആഘോഷിച്ചു. മറ്റെല്ലാ ആഘോഷങ്ങളെയും അപേക്ഷിച്ച് അത് അങ്ങേയറ്റം ആവേശത്തോടും ഔത്സുക്യത്തോടും കേരള ജനത ആഘോഷിച്ച ഒരു സംഭവമായിരുന്നു. മറ്റ് ഏതെങ്കിലും ഒരു കവിതയോ ഒരു കവിയുടെ ജീവിതമോ കേരളത്തിൽ ഇത്ര ബൃഹത്തായി ആഘോഷിച്ച ചരിത്രം ഇല്ല. ഗ്രാമാന്തരങ്ങളിൽ, വായനശാലകളിൽ, സ്കൂളുകളിൽ, യൂണിവേഴ്സിറ്റികളിലെല്ലാം നാം അത് ആഘോഷിക്കുകയും നാം ചർച്ച ചെയ്യുകയും വീണ്ടും വീണ്ടും ആശാനെപ്പറ്റി നാം ചിന്തിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആശാൻ ഇന്നും നമ്മുടെ സാഹിത്യത്തിലും സാംസ്കാരിക ജീവിതത്തിലും പ്രസക്തനായിരിക്കുന്നത്? എന്താണ് ആശാനെ വ്യതിരിക്തനാക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, ആശാൻ തൻ്റെ കാലത്ത് മാത്രം ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നില്ല. ആശാൻ കാലത്തിലൂടെ വളർന്ന് കാലത്തിൻ്റെ ഗതിവിഗതികളോട് നിരന്തരം സംവദിച്ച് പുതിയ പുതിയ വായനാരുചികളോട് നിരന്തരം സംവദിച്ച് പുതിയ പുതിയ സിദ്ധാന്ത സമീക്ഷകളോട് സംവദിച്ച് കാലത്തിൽ സ്തംഭിച്ചു നിൽക്കാതെ കാലാതീതനായി വളർന്ന ഒരു കവിയായിരുന്നു. രണ്ടാമത്, ആശാൻ വൈരുദ്ധ്യങ്ങളുടെ
ഒരു സമാഹാരമായിരുന്നു. വൈരുദ്ധ്യങ്ങളുടെ സമാഹാരം ഇംഗ്ലീഷിൽ നാം ലിവിങ് ഡയലക്റ്റിക്സ് എന്ന് പറയും. അതായത് മലയാളത്തിൽ ജീവിക്കുന്ന വൈരുദ്ധ്യാത്മക. ഇതിൻ്റെ പൂർണ്ണത മലയാള കവിതയിൽ ആശാനിൽ മാത്രമേ നാം കാണാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ കാരണം, ആശാൻ്റെ ജീവിതം അങ്ങേയറ്റം കർമ്മനിരതമായിരുന്നു. നിങ്ങൾ ആലോചിക്കൂ, SNDP എന്ന സംഘടന അതിൻ്റെ ശൈശവം തൊട്ട് 16-ാം വയസ്സ് വരെ അതിനെ പോഷിപ്പിച്ച്, അത്തരമൊരു സംഘടനയും അത്തരമൊരു ഐഡിയ തന്നെ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നില്ല. അക്കാലത്താണ് ആശാൻ ഈ ഒരു സംഘടന തുടങ്ങുന്നത്. അതോടൊപ്പം തികച്ചും വിരുദ്ധങ്ങളായ 2 പ്രവണതകൾ ആശാനിലുണ്ടായിരുന്നു. ഒന്ന്, ഒരു സർവസംഘപരിത്യാഗിയായ ഋഷിയുടെ പിൻഗാമിയായി ബ്രഹ്മചാരിയായി വേദാന്തവും യോഗശാസ്ത്രവും പഠിച്ച് ഒരു സന്യാസി പദത്തിലേക്ക് നീങ്ങുന്ന ഒരാശാൻ, അതേസമയം മഹാപ്രതിഭാശാലിയും ലോകാനുരാഗിയും. ആശാൻ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ലോകാനുരാഗിയായ ഒരാൾക്ക്, ലോകാനുരാഗിയല്ലാത്ത ഒരാൾക്ക് മനുഷ്യനായി ജനിക്കാൻ അർഹതയില്ല എന്നാണ് ആശാൻ അത് പ്രഖ്യാപിച്ചത്. ലോകാനുരാഗമില്ലാത്തവരെ നരൻ്റെ ആകാരമാർന്നിവിടെ ജനിച്ചിടാവിനെന്ന് പറഞ്ഞ ആ ഗുരു ആശാൻ, അദ്ദേഹത്തിൻ്റെ അഭൂതപൂർവമായ ഭാവനകൾ അതേസമയം ഇങ്ങനെ 2 വിരുദ്ധമായ വഴികളിലേക്കുള്ള പ്രവണതകളിൽ, ആ പ്രവണതകളിൽ നിന്ന് ഉളവായ സംഘർഷം ആശാൻ്റെ ആത്മാവിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ആ സംഘർഷങ്ങളെ തൻ്റെ കാവ്യഹൃദയത്തിലേക്ക് അതിൻ്റെ കേന്ദ്രബിന്ദുവാക്കി, ആ സംഘർഷങ്ങളെ ഹൃദയത്തിൽ കടഞ്ഞെടുത്ത് അതിൽ നിന്നുള്ള പ്രചോദനങ്ങളിൽ കൂടിയാണ് ആശാൻ തൻ്റെ കവിതകൾ എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് ആശാൻ ഇന്നും സ്മരണീയനായി നിൽക്കുന്നത്. ഇനി അടുത്ത 100 വർഷം കഴിഞ്ഞാലും അതിനപ്പുറം കഴിഞ്ഞാലും ആശാൻ്റെ കവിതകൾ ചർച്ച ചെയ്യപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയമില്ല. ആശാൻ ജനിച്ചത് ഒരു കായ്ക്കര എന്നൊരു ഗ്രാമത്തിലാണ്. തൊമ്മൻ വിളാകത്ത് നാരായണൻ പെരുങ്കുടിയുടെയും കാളിയമ്മയുടെയും മകനായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ പ്രാഥമിക പഠനം കഴിഞ്ഞു, പിന്നെ സംസ്കൃത പഠനം കഴിഞ്ഞു. 14ാമത്തെ വയസ്സിൽ ഒരു അധ്യാപകനായി ജോലി കിട്ടി. അങ്ങനെയാണ് ആശാൻ എന്ന പേര് വരുന്നത്. എന്നാൽ പ്രായക്കുറവുകൊണ്ട് ആ ജോലി നഷ്ടമായി. പിന്നെ ഒരു കണക്കപ്പള്ളിയായി. അങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെ ആ കാലത്ത് തന്നെ ആശാനിൽ അന്തർലീനമായ കാവ്യഭാവനയുടെ സ്ഫുലിംഗങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അക്കാലത്തെ സമ്പ്രദായം അനുസരിച്ച് കൊച്ചു ശൃംഗാര കവിതകൾ എഴുതി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജോളിയടിച്ചങ്ങനെ ജീവിച്ചിരിക്കുന്ന നിഷ്കളങ്കനായ ഒരു ബാലനായിരുന്നു. ആ സമയത്താണ് ആശാൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, ഒരുപക്ഷെ മലയാള ഭാഷയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവനുമായുള്ള സംഗമമാണ്. ഗുരുദേവന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആശാൻ്റെ കഴിവുകളും മഹത്വവും മനസ്സിലായി. അതുകൊണ്ടാണ് ഗുരു ആശാനോട് പറഞ്ഞു,
കുമാരുവിന് നമ്മുടെ കൂടെ വരാൻ ഇഷ്ടമുണ്ടോ എന്ന്. ആശാൻ ഉടൻ തന്നെ സമ്മതം മൂളി. ആശാനെപ്പറ്റി അറിയുന്ന നിങ്ങൾക്കറിയാം, ആശാൻ തൻ്റെ ജീവിതത്തിലുള്ള ഓരോ സംഭവത്തെയും പിന്നീട് തൻ്റെ കവിതകളിൽ വർണ്ണിക്കുന്നുണ്ട്. നളിനിയിലെ വർണ്ണന, ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉൽഫുല്ലബാല രവി പോലെ കാന്തിമാൻ എന്ന് വർണ്ണിച്ചത് യഥാർത്ഥത്തിൽ ഗുരുവിനെയാണ്. ഗുരുവായിരുന്നു അതിൻ്റെ മോഡൽ. അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നിഷ്കളങ്കനായ എട്ടും പൊട്ടും തിരിയാത്ത കുമാരൻ ഈ യുഗപ്രഭാവനായ ഗുരുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആശാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വികാരത്തെ ആശാൻ തന്നെ മറ്റൊരു കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അത് ചണ്ഡാലഭിഷികയിൽ മാതങ്കി എന്ന കന്യക യുഗപ്രഭാവനായ മഹാബുദ്ധദേവൻ്റെ മുമ്പിലെത്തിയപ്പോൾ ആ മാതങ്കിയുടെ ഹൃദയത്തെ ആശാൻ വർണ്ണിക്കുന്നത് ആശാൻ്റെ തന്നെ ഗുരുവിൻ്റെ മുമ്പിലുള്ള അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതുദീപം മുമ്പിൽ പതങ്കി പോലെ, കതിരവൻ മുമ്പിൽ ധരിത്രി പോലെ, നിഗമരത്നത്തിൻ്റെ മുമ്പിൽ യുക്തി വികലമാം പാമേരവാണി പോലെ. അത് ആശാൻ്റെ അനുഭവമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആശാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, അക്കാലത്താണ് ഗുരുവും തൻ്റെ സാഹിത്യ സപര്യ തുടർന്നു കൊണ്ടിരിക്കുകയും തൻ്റെ കീർത്തനങ്ങളും കവിതകളും രചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. ഗുരു ചെയ്തത് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആയിരക്കണക്കിനുള്ള ഭക്തന്മാർ അവരുടെ പ്രാകൃതമായ ദൈവസങ്കല്പങ്ങളെ മാറ്റാൻ വേണ്ടി അമൂർത്തവും മൂർത്തവുമായ ഭാവനകൾ കലർത്തി തൻ്റെ കാവ്യചാതുര്യാകുന്ന മാധ്യമത്തിൽ കൂടി സിദ്ധാന്തങ്ങളുടെയും സൗരഭ്യം കലർത്തി ആണ് ഗുരു കവിത എഴുതിയിരുന്നത്. ഗുരുവിൻ്റെ കീർത്തനങ്ങൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാം അറിയാം, ഗുരു ഒരു ദേവസ്തുതി, അത് സുബ്രഹ്മണ്യനായിരുന്നാലും ശരി, ശിവനായിരുന്നാലും ശരി, ദേവിയായിരുന്നാലും ശരി, തുടങ്ങുന്നത് ഒരു സാധാരണ കീർത്തനം പോലെയാണെങ്കിലും അത് മുമ്പോട്ട് പോകും തോറും അത് പൂർണ്ണമായ ഒരു അദ്വൈത ഗാനമായി മാറുന്നു. നിങ്ങൾക്കറിയാം, അത് വായിച്ചാൽ. ആ ഒരു മാതൃക ആശാന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തൻ്റെ കവിതക്കും ആശാൻ ഗുരുവിൻ്റെ ആ മാതൃക പിന്തുടരുവാൻ തുടങ്ങി. അക്കാലത്ത് ഗുരു ഒരർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ തപോവനത്തിൽ നിന്നാണ് ആശാൻ തൻ്റെ കാവ്യത്തിൻ്റെ തിരി കൊളുത്തിയത്. ദീപാർപ്പണം എന്ന കവിതയിലെ ആദ്യത്തെ വരികൾ, ഭാവബന്ധമൊടു സത്യരൂപന ദേവ നിൻ മഹിമയാർന്ന കോവിലിൽ പാവനപ്രഭയഴും വിളക്കിത സാവധാനം അടിയൻ കൊളുത്തിനേൻ. എത്ര അന്വർത്ഥമായ വരികളാണത്. ഇക്കാലത്ത് ഗുരുവുമായി കൂടുതൽ ആത്മീയമായി ആശാൻ അലിഞ്ഞു ചേർന്നു. ഗുരുവിനെ തൻ്റെ ആധ്യാത്മിക ഗുരുവായി ആശാൻ അംഗീകരിച്ചു. ആ സമയത്ത് ആ സ്ഥിതിയെ ആശാൻ വളരെ മനോഹരമായി നിജാനന്ദ വിലാസം എന്ന തൻ്റെ കൃതിയിൽ വർണ്ണിക്കുന്നുണ്ട്. അത് വളരെ അർത്ഥവത്തായൊരു വർണ്ണനയാണ്.
ആധാരബ്രഹ്മമാരഞ്ഞഖിലമതിലടക്കിക്കളഞ്ഞങ്ങു നിൽക്കും മേധാവി പ്രൗഢനും തന്നഴിവിൽ അതിരഴിഞ്ഞ് അന്ധനായന്തരിക്കും. വേദാവോതുന്ന വേദം സകല മുഴുവനറികിലും വേല ചെയ്താലുമെന്തേ ബോധാചാര്യക്കഴൽ ചങ്കമലമതിനടിക്കാണ് നിർവാണ ലോകം. അതായിരുന്നു ആശാൻ്റെ പ്രഖ്യാപനം. ഈ ലോകത്തിലുള്ള എല്ലാ തത്വങ്ങളും പഠിച്ച് ബ്രഹ്മത്തെപ്പറ്റി ചിന്തിച്ച് വേദങ്ങൾ പഠിച്ച് ഉപനിഷത്തുകൾ പഠിച്ച് അതിൽ മേധാവി പ്രൗഢനായി അഹങ്കാരിയായിരിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ അയാൾ അന്ധനായിരിക്കും, ജ്ഞാനാന്ധനായിരിക്കും, അയാൾക്ക് ജ്ഞാനം വരുന്നില്ല. ആശാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പരമമായ ലക്ഷ്യം ഗുരുദേവൻ്റെ പരമമായ ശരണം തൻ്റെ ഗുരുവായ ശ്രീനാരായണൻ്റെ ബോധാചാര്യനായ ശ്രീനാരായണൻ്റെ പാദങ്ങൾ ചെന്താമര പോലെയുള്ള പാദങ്ങളാണ്. അതാണ് പറയുന്നത് ചെന്താമര പോലെയുള്ള പാദങ്ങൾ തന്നെയാണ്, കഴൽ ചെന്താമര പാദങ്ങൾ തന്നെയാണ് തനിക്ക് ശരണമെന്ന് ആശാൻ വളരെ യാതൊരു സംശയത്തിനും അതീതമായി ആശാൻ വർണ്ണിച്ചത്. അപ്പോൾ അതായിരുന്നു ആശാനും ഗുരുദേവനുമായുള്ള ആ ബന്ധത്തിൻ്റെ അടിത്തറ. സോ ഈ കവിതയുടെ അർത്ഥം നിങ്ങൾ മുക്തിക്കോ സാക്ഷാത്കാരത്തിനോ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ട കാര്യം വിനയമാണ്. അതായത് പരിപൂർണമായ സമർപ്പണം. ആത്മോപദേശതകത്തിലെ ആദ്യത്തെ ശ്ലോകം ഓർക്കുക. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര നിർത്താതെ വീണ് മടങ്ങിയളം വീണ് എന്നാൽ മാത്രമേ ആ പരമമായ സത്യത്തെ കണ്ടെത്താൻ കഴിയൂ. അത് ആ ഗുരുദേവൻ്റെ ആത്മോപദേശത്തിലെ തത്വം തന്നെയാണ് ആശാൻ ഇവിടെ ഉദ്ഘോഷിക്കുന്നത്. കൂടുതൽ കാലം കഴിഞ്ഞപ്പോൾ ആശാൻ ഗുരുദേവൻ്റെ തത്വ സംഹിതകളുമായി വളരെ അടുത്തറിയപ്പെടുകയും കൂടുതൽ അടുക്കുകയും ചെയ്തപ്പോൾ ആശാൻ്റെ ദൈവസങ്കല്പവും മാറാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ആശാൻ എത്രയോ സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ സ്തോത്രകൃതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദൈവസങ്കല്പം ആശാനിൽ ഉണരാൻ തുടങ്ങി. അത് ആശാൻ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നുണ്ട് നിജാനന്ദ വിലാസത്തിൽ. കാണപ്പെട്ടില്ല കാണും തിറമുടതിന് കണ്ണില്ല കൈയില്ല കാലില്ലാണല്ലാതെ മറ്റല്ല അണുവും അളവുമില്ലാതിയിൽ അന്തമില്ല സ്ഥൂണപ്രായം ജഡത്വം ചെറുതു പറയുവാനില്ല മറ്റൊന്നുമല്ലി കാണും ബ്രഹ്മാണ്ട കോടി കപട നടകലാശാലിയാണ് എൻ്റെ ദൈവം. ഈ പ്രപഞ്ചം ആകുന്ന നാടകം അത് ഒടുങ്ങാത്തൊരു നാടകമാണ്. ആ നാടകത്തിൽ ലാസ്യവും താണ്ഡവും എല്ലാം കലർത്തി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൂത്രധാരനാണ് എൻ്റെ ഈശ്വരൻ. അതാണ് എൻ്റെ ഈശ്വര സങ്കല്പം എന്നാണ് കുമാരനാശാൻ പാടുന്നത്. നിങ്ങൾ മുമ്പത് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ജനനീ നവരത്ന മഞ്ജരിയിലെ 6-ാമത്തെ ശ്ലോകം. മീനായതും ജനനി മീനായതും ഭവതി മാനായതും ജനനി നീ നാദരൂപമിതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി.
ഹേ നാദരൂപിണി അകോ നാടകം നെങ്കിലും. അതേ നാടകത്തെപ്പറ്റി തന്നെയാണ് ആശാൻ വളരെ മനോഹരമായി നിജാനന്ദ വിലാസത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇക്കാലത്ത് ഗുരുദേവൻ ആശാന് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഒരു ശിഷ്യനെ പോലെ ഒരു മകനെ പോലെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, ചാലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു സാധനം. അത് നിങ്ങളെല്ലാം കേട്ട ഒരു കഥയുണ്ട്. ഗുരുവും ആശാനും കൂടി കോലത്തുകര ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്, സന്ദർശിക്കുകയാണ്. അപ്പം ഗുരു പെട്ടെന്നൊരു ശ്ലോകം, ഒരു സമസ്യ ചൊല്ലിക്കൊടുക്കുകയാണ് ആശാൻ. കോലത്തുകരെ കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിതിയെ എന്നാൽ 2 വരി എഴുതി കൊടുത്തു. അപ്പോൾ ആശാനോട് ഫില്ലിയാൻ പറഞ്ഞു. അപ്പോൾ ആശാൻ പെട്ടെന്ന് തന്നെ അത് ആൻസർ ചെയ്തു. കാലൻ കനിവറ്റു കൊടുത്തു വിടുന്നു ഒരോലപ്പടി എന്നെ അയക്കരുതേ. ആശാൻ ഒരു കാലനോടൊരു ചെറിയ ഭയമുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതിനടുത്താണ് ആശാൻ്റെ 2 സഹോദരങ്ങൾ രോഗം മൂലം മരിച്ചു പോയത്. അതായിരിക്കാം ആ തീം അങ്ങനെയായിരുന്നു. എന്നാലും ഞാൻ കാണിക്കുന്നത് അത്ര ഗുരു എപ്പോഴും ആശാനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആശാനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഏറ്റവും വലിയ സംഭവം നടന്നത് ഗുരുദേവൻ്റെ ശാരദാ പ്രതിഷ്ഠയുടെ സമയത്താണ്. ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു. അതിന് തൊട്ടു മുമ്പ് ആണ് ഗുരു ജനനീ നവരത്ന മഞ്ജരി എഴുതിയത്. പ്രതിഷ്ഠ നടത്തുന്നു. ഗുരു പുറത്തേക്ക് വരുന്നു ശ്രീകോവിലിൽ നിന്ന്. കുമാരുവോട് കാണുന്നു. കുമാരു, ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനക്കായി ഒരു കീർത്തനം എഴുതുമെന്ന് പറയും. ആശാനാകട്ടെ പെട്ടെന്ന് തന്നെ ഒരു കീർത്തനം എഴുതി ഗുരുവിന് ചൊല്ലിക്കൊടുക്കും. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വ്യാപ്യവാങ്മയമിതം ജഗൽസ്ഥിത വ്യാദനോതു മമ ദേവതാശ്രിയം കാപി ഹസ്തപരിപാദിനി ഗളത് കാകളീലയ കലാ കുതൂഹല. അർത്ഥം, ഈ പ്രപഞ്ചം മുഴുവൻ ശബ്ദരൂപത്തിൽ നിറഞ്ഞിരിക്കുന്നവളും തൻ്റെ കയ്യിലുള്ള 7 കമ്പികളുള്ള വീണയിൽ നിന്നും ഉയരുന്ന ദിവ്യമായ നാദത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരും ആ കലയിൽ അങ്ങേയറ്റം കുതൂഹലയുമായിരിക്കുന്ന ശാരദാംബ എന്നെ രക്ഷിക്കട്ടെ. ഈ ഒരു കവിത കേട്ടപ്പോൾ സ്വതവേ വളരെ ഗൗരവ സ്വഭാവമുള്ള ഗുരു ഒരു തരത്തിൽ ഗുരു അങ്ങേയറ്റം സംപ്രീതനായി. ഗുരു പിന്നെ ചെയ്തത് തൻ്റെ തൃക്കൈ കൊണ്ട് കുമാരുവിനെ കെട്ടിപ്പിടിച്ച് കുമാരുവിൻ്റെ തലയിൽ തലോടി ഉമ്മ വെച്ച് പറഞ്ഞത്, കുമാരു സാക്ഷാൽ കാളിദാസനെ വെല്ലുന്നുവല്ലോ എന്നായിരുന്നു. ആ ഒരു സംഭവം ആശാനെ സംബന്ധിച്ചിടത്തോളം അവർണ്ണനീയമായ അമേയമായ ഒരനുഭൂതിയുടെ, ഒരു സാക്ഷാത്കാരത്തിന് തുല്യമായ ഒരനുഭൂതിയുടെ സന്ദർഭമായിരുന്നു. ആശാൻ വളരെ മനോഹരമായി അത് വർണ്ണിച്ചിട്ടുണ്ട്. മന്ദാരപ്പൂങ്കൊടിക്കൈമലർ മധുരമെടുത്തെന്നെ മാനിച്ച്, മന്ദാരപ്പൂങ്കൊടിക്കൈമലർ മധുരമെടുത്തെന്നെ മാനിച്ച്, മന്ദാപായം ഭവിക്കുമ്പടി
ഉടൽ പുണരും കൗശലത്തിൽ കലർത്തി മന്ദാഭാവാനുകമ്പം മമ മുകർന്നൂറും അദ്വൈത സമ്പൽ സന്താനം ചെയ്ത സാരാമൃത ലഹരിമൊഴിക്കേതു ഞാൻ ആദരിപ്പൂ. ആശാനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹ പ്രവാഹം ഈ അദ്വൈതമൂർത്തിയുടെ മുഖത്തു നിന്നും പുറത്തു വന്ന ആ മൊഴി സത്യസാക്ഷാത്കാരത്തിന് തുല്യമായ ഒരു അനുഭവമായിരുന്നു എന്നാണ് ആശാനുവിനെ അതിമനോഹരമായി വർണ്ണിക്കുന്നത്. ഇക്കാലത്ത് ഞാൻ പറഞ്ഞു, ഗുരു തൻ്റെ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. ഗുരു പലപ്പോഴും കവിതകൾ എഴുതിയിരുന്നത് മിക്കപ്പോഴും സംസ്കൃത വൃത്തത്തിലാണ്. സംസ്കൃത വൃത്തങ്ങളെ തൻ്റെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന മഹാകവിയായിരുന്നു ഗുരു. ശാർദൂല വിക്രീഡിതം, കുസുമ മഞ്ജരി, വസന്ത തിലകം, പഞ്ചചാമരം, ഈ വൃത്തങ്ങളെല്ലാം എടുത്ത് കളിക്കുന്ന ഗുരു ആ കാലത്തൊരു സംഭവം ചെയ്തു. അതായത് തൻ്റെ ശിഷ്യന്മാരെ വിട്ട് ശിവരിക്കടുത്തുള്ള കുറച്ച് കുട്ടികളെ, നിർധനന്മാരായ നിരക്ഷര കുക്ഷികളായ കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് ശുഭ്ര വസ്ത്രം കൊടുത്ത് അവരുടെ മുമ്പിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അവർക്ക് എഴുതുവാൻ വേണ്ടി ഗുരു ലോകപ്രസിദ്ധമായ തൻ്റെ ദൈവദശകം എഴുതി. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നി ഭവാബ്ദിക്കൊരാവി വൻതോണി നിൻപദം. കുമാരനാശാനെ, കുമാര മഹാകവിയെ അത് വളരെ അഗാധമായി ബാധിച്ചു. ആശാനു മനസ്സിലായി കൂടുതൽ ലളിതമായ ഭാഷയിൽ കീർത്തനങ്ങൾ എഴുതാം. നിങ്ങൾക്കറിയാം, വിജയാനന്ദ വിലാസ എന്ന കവി അതേപോലുള്ള സ്തോത്രകൃതിയുള്ള ഹുങ്കാരം അതുപോലുള്ള വൃത്തങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആശാനും തൻ്റെ കവിതകൾ മാറ്റാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഉടൻ ആശാൻ എഴുതിയ കവിതകൾ ഒരു പ്രാർത്ഥന എന്നതിൽ നിന്നുപരി ഒരു പരമ്പരയായ ദേവതാസ്തുതികളിൽ നിന്നും നിവർത്തമായി ഒരു പുതിയ രൂപത്തിൽ ആശാൻ കവിത എഴുതാൻ തുടങ്ങി. ആദ്യം ആശാൻ എഴുതിയ കവിത പ്രഭാത പ്രാർത്ഥനയാണ്. സകലാശ്രയമായി രാത്രിയും പകലും നിന്നെരിയും പ്രദീപമേ, ജഗദീശ ജയിക്ക ശാശ്വതം നിഗമം തേടിന നിൻ പദാംബുജം, ഒരു ഭീതിയെഴാത്ത കാത്ത് ദുഷ്കര സാംസാരിക പോദയാത്രയിൽ കരകാട്ടുക നീ കൃപാകര, ഞാൻ ദിക്കറിയാത്ത നാവികൻ. മനോഹരമായ ലളിതമായൊരു പ്രാർത്ഥന. നിജാനന്ദ വിലാസത്തിൻ്റെ പേരുകളെല്ലാം പോയി. അടുത്ത ആശാൻ എഴുതുന്നത് നിശാപ്രാർത്ഥനയാണ്. വിളയാടിയ കുട്ടി തള്ളയെ തളരുമ്പോൾ തിരയുന്നു ദൈവമേ, പല വൃത്തികളാൽ വലഞ്ഞു നിന്നില നോക്കുന്നിതു രാവിൽ ഞാനുമേ. ആ രാത്രി പകലത്തെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രിയായി, അപ്പോഴാണ് ഈശ്വര ഞാൻ നിന്നെ ഓർക്കുന്നത്. ഒരു ദീപവും ഇന്ദുവും സ്ഫുരിപ്പൊരു നക്ഷത്രവുമൊന്നുമെന്നിയെ, ഇരുൾമേൽ ഇരുളാം സുഷുപ്തിയിൽ ശരണം ചിന്മയ ദേവദേവനീ എന്നുള്ള ആ മനോഹരമായ കവിത. ഇക്കാലത്തെ ആശാൻ്റെ കവിത കൂടുതൽ ഭാവഗായത്വത്തിലേക്ക് പരിണമിക്കുകയായിരുന്നു. അക്കാലത്താണ് ആശാൻ പ്രസിദ്ധമായ ആത്മാർപ്പണം എന്ന കവിത എഴുതുന്നത്. സചേതനാചേതനമിപ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കേ, സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേ. സർവം മറന്നിന്നൊരു പാറ്റ പോൽ നിൻ സംസർഗ നിർവാണ രസത്തിൽ മുങ്ങാൻ
കാമിപ്പു ഞാനീശ്വര കാൽക്ഷണം നീ കാണിക്ക അൻപാർന്ന മുഖാരമെന്ന എന്നുള്ള ആ ആത്മാർപ്പണം, അവ്യാജസുന്ദരമായ പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ഭക്തനും അതിൻ്റെ ഭാവരസത്തിൽ ലയിച്ച് തന്നെ ആ സ്നേഹപ്പരപ്പിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു സന്ദർഭമുണ്ടാക്കുന്നു. അവനവൻ തന്നെ സമർപ്പിക്കും. അത് കഴിഞ്ഞ് ആശാൻ ഏറ്റവും പ്രസിദ്ധമായ ആശാൻ്റെ പ്രാർത്ഥന, അതായത് ഒരു കാൽപ്പനികതയിലേക്ക് കാൽനീട്ടി നിൽക്കുന്ന ഒരു പ്രാർത്ഥന, ഈശ്വരനെ പേരുകൊണ്ടല്ല, ഈശ്വരൻ്റെ പ്രവർത്തികളെ കൊണ്ട് ഈശ്വരനെ വർണ്ണിക്കുന്ന സങ്കീർത്തനം. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും രാഗാത്മകമായ പ്രാർത്ഥനയാണത്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തും. ചിന്തയുടെ മണിമന്ദിരത്തിൽ വിളങ്ങുന്ന ഈശ്വരന് ജാതിയില്ല, മതമില്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായ ദൈവം. അങ്ങനെ ആശാൻ്റെ കവിത ഗുരുദേവൻ്റെ നുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ട് വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇക്കാലത്ത് അടുത്തായ ആശാൻ എഴുതുന്ന കവിതയാണ്, പ്രാർത്ഥനയാണ് ഈശ്വരൻ. അത് മറ്റൊന്നാണ്. ആ ഈശ്വരൻ എന്ന കവിതയിലേക്ക് എത്തുമ്പോഴേക്കും ആശാൻ ഒരു പൂർണ്ണമായും കാൽപ്പനിക കവിയായിരുന്നു. ഒരു ലോകത്തിലെ മഹാചിത്രകാരന്മാരെ പോലെ, റംബ്രാൻഡിനെ പോലെ, മൊണയെപ്പോലെ ആശാൻ ഈശ്വരവിലാസത്തിൻ്റെ ചിത്രങ്ങളെ അതിമനോഹരമായി ഇങ്ങനെ പകർത്തിയാണ്. ഓമൽ പ്രഭാതരുചിയങ്ങുമുണർന്ന് നീലവ്യോമസ്ഥലം സ്വയമെരിഞ്ഞിടുമർക്കബിംബം ശ്രീമദ്ധരിത്രി ഇവയെ പണി ചെയ്ത കയ്യൻ കേമത്തമോർത്തിവനു നീർ കവിയുന്നു കണ്ണിൽ. സഹോദരി സഹോദരന്മാരെ, ആരുടെ കണ്ണാണ് ആ കേമത്തം ഓർത്ത് വെള്ളം നിറയാതിരിക്കും? അത് കഴിഞ്ഞ ആശാനങ്ങൾ മനോഹരമായ ചിത്രങ്ങളിങ്ങനെ വരച്ചു കൊണ്ടിരിക്കുകയാണ്. ചേണുറ്റുപൂത്ത വനമേന്തിയ കുന്നു ദൂരെ കാണുന്നു, പീലി കുടയും മയിലിൻകണം പോൽ. അങ്ങ് അകലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വനം നോക്കൂ, അതിലൊരായിരം മയിൽപ്പീലികൾ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത് പോലെ തോന്നുന്നു. താണങ്ങ് വിണ്ണിൽ മഴവില്ലുലസിപ്പു വർണ്ണം പേലുന്ന പൈങ്കിളികൾ ചേർന്ന് പറന്നിടുമ്പോൾ 1000 തത്തകൾ ഒരുമിച്ച് പറക്കുന്നത് പോലെയാണ് ആശാൻ ആ മഴവില്ലിനെ വിവരിക്കുന്നത്. അങ്ങനെ ആശാൻ പൂർണ്ണമായും തൻ്റെ ഭാവഗാനത്തിൽ കൂടി കാൽപ്പനിക പ്രസ്ഥാനത്തിലെത്തിക്കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാനുള്ളത്, ആശാനെ സംബന്ധിച്ച് തൻ്റെ കവിത അത് ഒരു വിനോദ ഉപാധിയായിരുന്നില്ല, തൻ്റെ പ്രൗഢി കാണിക്കാനുള്ള കൃതികളല്ല. ആശാനെ സംബന്ധിച്ച് തൻ്റെ കവിതകൾ ഒരു ഉപാസനയായിരുന്നു, ഒരു തപസ്സായിരുന്നു. എന്തിനു വേണ്ടിയുള്ള തപസ് പറയാം. ഈശ്വരൻ നമുക്ക് 5 ഇന്ദ്രിയങ്ങളെ തന്നിട്ടുണ്ട്. ആ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നാം ഈ ലോകത്തെ മുഴുവൻ കാണുന്നതും അനുഭവിക്കുന്നതും. ആ ഇന്ദ്രിയങ്ങളെ വിശകലനം ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ട്, 6ാമത്തെ ഇന്ദ്രിയം. എന്നാൽ ഈ 6 ഇന്ദ്രിയങ്ങൾക്കും എത്താൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത എത്രയോ പ്രപഞ്ച രഹസ്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. ഈ പ്രപഞ്ചത്തിൻ്റെ
പ്രപഞ്ചം എന്താണ്, അതിൻ്റെ തുടക്കം എവിടെയാണ്, അതിൻ്റെ ചാലകശക്തി, അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി എന്താണ്, മനുഷ്യൻ്റെ അസ്തിത്വം എന്താണ്, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള ഗാഢമായ വിവരങ്ങൾ അറിയാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ കഴിയില്ല. അത് ആശാനെ സംബന്ധിച്ചിടത്തോളം അത്തരം രഹസ്യങ്ങൾ അറിയാനുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ ടൂൾ ആയിരുന്നു ആശാൻ്റെ കാവ്യകല. അതുകൊണ്ട് തന്നെയാണ് ആശാൻ കാവ്യകലയെപ്പറ്റി ഒരു കവിത തന്നെ രചിച്ചത്. ആ കവിതയിൽ ഏകാന്തം വിഷമമതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടികളാരചിച്ചും ലോകാനുഗ്രഹപരയായഴും കലേ നിൻ ശ്രീകാഴ്ത്താരിണ അടിയങ്ങൾ കുമ്പിടുന്നു. ഏകാന്തത എന്ന വിഷത്തെ അമൃതാക്കുന്നു, നീ അമൃതാക്കുന്നു. മരുഭൂമികളിൽ നീ പുഷ്പവാടികൾ രചിക്കുന്നു. അങ്ങനെയുള്ള കലേ എൻ്റെ ദേവി, ഞാൻ നിന്നെ കുമ്പിടുന്നു. താരാമണ്ഡലമൊരു സൗരയൂഥമൊന്നൽ ഓരോ രേണുവും അതുപോൽ ചക്രമാക്കി പാരാഗ ഭഗവതീ പിന്നെ വേഗമായി നിൻ തേരോടുന്നിതു. ബുധർ, ബുദ്ധിയുള്ളവർ, കേവല ബുദ്ധിയല്ല, ബോധമുള്ളവർ, ബുദ്ധിയുള്ളവർ, നീ കണ്ടിരിക്കുന്ന, ചുറ്റും കാണാൻ പറ്റുന്ന ആ ഒരു അതാണ് കേഴാതാരസമയ രാജ്യസീമ കാൺമാൻ ഏഴാമിന്ദ്രിയം ഇനി എനിക്കേകുക അമ്മേ. അമ്മേ, എനിക്ക് ആ ഏഴാമിന്ദ്രിയം നൽകും. അപ്പോൾ ആശാന് തൻ്റെ കവിതയോടുള്ള സമീപനം എത്ര അഗാധമാണ്, ഗാഢമാണ്, തത്വചിന്താപരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആശാൻ്റെ കവിതകൾ വായിക്കുമ്പോൾ. അതിനുള്ള ഒരു മനോഹരമായ കവിതയാണ് ആശാൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു തത്വം, താരാമണ്ഡലമൊരു സൗരയൂഥമെന്നാൽ ഓരോ രേണുവും അതുപോൽ ചക്രമാക്കി. നിങ്ങൾ എവിടെ മുമ്പ് കേട്ടിട്ടുണ്ടോ ഈ കാര്യം? നിങ്ങൾ ഗുരുദേവൻ്റെ ഏതെങ്കിലും ഒരു കൃതിയിൽ അത് കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? സ്വാമികൾ പറയണ്ട, വേറെ ഓക്കെ. ആത്മോപദേശ ശതകത്തിലെ 34-ാമത്തെ ശ്ലോകം. അരനൊടിയാതി അരാളിയാർന്നെടും തേരുരുളിലതേറി ഉരുണ്ടിടുന്നു ലോകം. ആ ഗുരുദേവൻ്റെ 34-ാമത്തെ ശ്ലോകം, അതിലെ സങ്കല്പമാണ് ഗുരുവിടെ ആശാനിവിടെ വർണ്ണിക്കുന്നത്. ഈ കാലത്താണ് ആശാൻ ഗുരുവിൻ്റെ നിഷ്കർഷയാൽ, ഗുരുദേവൻ്റെ നിർദ്ദേശത്താൽ ഉപരിപഠനത്തിനായി പോകുന്നത്. ആശാൻ ആദ്യം ബാംഗ്ലൂരിൽ പോയി ഉപരിപഠനം നടത്തി. പിന്നീട് പല കാരണങ്ങളാലും മദ്രാസിലേക്ക് പോയി. പിന്നീട് പല കാരണങ്ങളാലും ബംഗാളിലേക്ക് പോയി, കൽക്കട്ടയിലെത്തി. ഈ കാലഘട്ടം ആശാനെ സംബന്ധിച്ചിടത്തോളം ഒരു കവി എന്ന നിലയിൽ ഒരു അഭൂതപൂർവമായ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ആശാൻ ബാംഗ്ലൂരിൽ പോകുന്നു, അവിടെ വെച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുന്നു. അത് കഴിഞ്ഞ് ബംഗാളിൽ പോകുന്നു, അവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങളും കവിതകളും കൃതികളും വായിക്കുന്നു, ടാഗോറിൻ്റെ ചില കൃതികളും വായിക്കുന്നു. അങ്ങനെ ആശാന് ആദ്യമായി ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്കുള്ള ഒരു ജാലകം തുറന്നു കിട്ടുന്നു. അപ്പോൾ ആ കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ വസന്തമായിരുന്നു. ഷെല്ലി, കീറ്റ്സ്, ബ്രൗണിങ്, ഇങ്ങനെ മഹാരഥന്മാരായ കാൽപ്പനിക കവികളുടെ കവിത വായിക്കാനും
ആസ്വദിക്കാനും അതിൽ നിന്ന് ഭാവന ഉൾക്കൊള്ളുവാനും അതിനെ സ്വാംശീകരിക്കാനുമെല്ലാം ആശാന് കഴിഞ്ഞു. ഈ കവിതകൾ, ഈ കാൽപ്പനിക കവിതകൾ ഭാവനാഭരിതങ്ങളും ഭാവകല്ലോലിതങ്ങളും ഹൃദയോന്മദക്ഷമങ്ങളുമായി ഈ കവിതകൾ വായിച്ച് അതോടുകൂടി ബംഗാളിൽ നിന്നുള്ള ടാഗോറിൻ്റെ കവിതകളുടെ ഇൻസ്പിറേഷനും കൂടി ആശാൻ്റെ കാവ്യഹൃദയത്തിൽ ഒരു പുതിയ ഒരു കാവ്യ സങ്കല്പം ആശാൻ ഉരുത്തിരിഞ്ഞു വന്നു. ഈ ഒരു ആശയത്തെ ആശാൻ അടുത്ത 12 കൊല്ലത്തോളം തൻ്റെ ഹൃദയത്തിൽ വെച്ച് അതിനെ താലോലിച്ച് അതിനെ തൻ്റെ തനതായ ഭാരതീയ കാവ്യ പരമ്പരയുമായി, നിങ്ങൾ ഓർക്കേണ്ടത് ആശാൻ സംസ്കൃതത്തിൽ അഗാഹമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ആശാൻ വാൽമീകിയുടെ കവിതകളും കാളിദാസൻ്റെ കവിതകളും ഭവഭൂതിയുടെ കവിതകളെല്ലാം പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്ത അത്ര പണ്ഡിതരായിരുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം തൻ്റെ തനതായ ആ കാവ്യ സംസ്കാരത്തെ ഈ ആംഗ്ലേയ കാൽപ്പനിക പ്രസ്ഥാനം ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുണ്ടായ ആ അനുഭവങ്ങളെയും ഭാവനകളെയും എല്ലാം ചേർത്ത് വെച്ച് വളർത്തി അങ്ങനെ ഒരു 12-16 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആശാൻ വീണപൂവ് എഴുതുന്നത്. അപ്പം വീണപൂവിൻ്റെ ഉദയം ഈ 2-3 വ്യത്യസ്തങ്ങളായ കാവ്യ പരമ്പരകളുടെ കാവ്യ സംസ്കാരത്തിൻ്റെ സംയോജനമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു ദിവസം രാവിലെ ആശാൻ വീണപൂവ് എഴുതിയതല്ല. വീണപൂവ് വന്നപ്പോൾ അത് മലയാള ഭാഷയിൽ ഒരു വസന്തം, കാവ്യ വസന്തം തന്നെ തുടങ്ങി. നിങ്ങൾ അറിയേണ്ടത് വീണപൂവ് വരുന്നതിന് മുമ്പ് നമ്മുടെ മലയാള ഭാഷയുടെ പരിതാപകരമായ സ്ഥിതിയാണ്. ആശയ ദാരിദ്ര്യം മൂലം മുരടിച്ച് ആശാൻ്റെ തന്നെ ഭാഷയിൽ ദാവാഗ്നിയെ തിട കരിഞ്ഞൊരു കുറ്റി പോലെ, അത് മലയാള കവിത പറ്റിയല്ല ആശാൻ എഴുതിയത്, പക്ഷേ നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെ വളരെ മുരടിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ആശാൻ ഈ വീണപൂവുമായി വരുന്നത്. അതൊരു വസന്തം തന്നെ ഈ കേരളത്തിൽ സൃഷ്ടിച്ചു. ഒരു സാധാരണ ഒരു പൂവ്, ആ പൂവിൻ്റെ ഭംഗി, യൗവനം, അതിൻ്റെ പതനം, ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അതിൽ കൂടി ഈ മനുഷ്യ ജീവിതത്തെ അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ തന്നെ ആശാൻ ഒരു കാവ്യമാക്കി മാറ്റുകയാണുണ്ടായത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനുവാചകന്മാർ 2 കൈയും കൂട്ടിയത് സ്വീകരിച്ചു, അതിൽ ആഹ്ലാദിച്ചു, അതിൽ അനുമോദിച്ചു. എന്നാൽ അക്കാലത്തും ചില ദോഷൈക ദിക്കുകളായ നിരൂപകന്മാരുണ്ടായിരുന്നു. അവരുടെ വാദം ഹാ പുഷ്പമേ എന്നുള്ള പ്രേക്ഷകത്തിൽ തുടങ്ങി കഷ്ടം എന്നുള്ള പ്രേക്ഷകത്തിൽ അവസാനിക്കുന്ന ആ കവിത വിഷാദാത്മകമാണ് എന്നാണ് അവരുടെ തീർപ്പ്. അപ്പോൾ അവർ ആശാനം വിളിച്ചത് ഒരു വിഷാദാത്മകനായ കവി എന്നാണ്. ആശാൻ്റെ വളരെ ആരാധകന്മാരായ ഒരു ചില നിരൂപകന്മാർ വരെ ആശാനെ വിഷാദാത്മൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആശാൻ യഥാർത്ഥത്തിൽ വിഷാദാത്മകനായിരുന്നോ? ഇല്ല, ആശാൻ ഒരിക്കലും വിഷാദാത്മകനായിരുന്നില്ല. നിങ്ങൾ ആ കവിതയുടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ആശാൻ എന്താ പറയുന്നത്? ഈ പൂവ് കരിഞ്ഞു മരിഞ്ഞ് മണ്ണായ ഈ പൂവ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പൂവിൻ്റെ
പഞ്ചഭൂതാത്മകമായ ശരീരമാണ് നശിച്ചു പോയത്. ആ പൂവിൻ്റെ ജീവാത്മാവ് എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് ആശാൻ പറയാണ്, സൽപുഷ്പമേ ഇവിടെ മാഞ്ഞ് സുമേരുമിന്മേൽ കൽപ്പദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാൻ നീ. നാളെ ഹേ പുഷ്പമേ, നീ വിളവിട്ട് സ്വർഗത്തിലെ കൽപ്പവൃക്ഷത്തിൽ നീ വിരിയാം. അല്ലെങ്കിൽ ദ്യുതിയെഴുന്ന അമരർഷിമാർക്ക് പുല്ലപ്രകാശമേലും ബലിപുഷ്പമായി സ്വർലോകവും സകല സംഗമവും കഴിഞ്ഞുമെത്താം. പരമാം പദത്തിൽ തമസില്ലാത്ത സ്വയം പ്രകാശിക്കുന്ന ആ പരമമായ പദത്തിലേക്ക് പൂവേ നീ എത്തും എന്ന് ആശാൻ ഇവിടെ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പറയും. അച്ഛൻ യാതൊരു സംശയവുമില്ല ആശാനെ സംബന്ധിച്ച് അവിടെ എത്തുന്നു. അപ്പോൾ നാം ആലോചിക്കേണ്ടത്, ആശാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദൃഢത? എന്താണ് ആശാനെ തത്വശാസ്ത്രം ഇത്രയും ദൃഢമായി പറയുന്നത്? ഈ പൂവിൻ്റെ ഭാവി, ഇത് ആശാൻ്റെ വീണപൂവിനെ പറ്റി മാത്രമല്ല, ആശാൻ്റെ ഏത് നായികമാരെ എടുത്താലും കഥാപാത്രത്തെ എടുത്താലും അത് കാണാം. അത് നാം പിന്നീട് സംസാരിക്കാം, കാണാം. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? ആ കാരണം ആശാൻ തൻ്റെ അടുത്ത വരികളിൽ പറയുന്നു. ഹാ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും ക്ലേശിപ്പതാത്മ പരിപീഡനമജ്ഞയോഗ്യം. ആശാഭരം ശ്രുതിയിൽ വെക്കുക നമ്മൾ പിന്നെ ഈശാജ്ഞ പോലെ വരുമൊക്കെയും ഓർക്കപൂവേ. ആശാൻ പറയുന്നത്, ആ ശാന്തി ഉപനിഷദോക്തികൾ തന്നെ, സംശയം, അതിനെപ്പറ്റി സംശയമില്ല, തന്നെ നൽകുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഉപനിഷദോക്തികൾ? ആശാൻ ഇത്രയും ദൃഢമായി വിശ്വസിക്കുന്ന ഈ ഉപനിഷദോക്തികൾ എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഒന്നാമത്തെ ഉപനിഷദോക്തി ഋഗ്വേദത്തിലെ ഐതരീയോപനിഷത്തിലെ ഉക്തി പ്രജ്ഞാനം ബ്രഹ്മ. രണ്ടാമത്തേത് യജുർവേദത്തിലെ ബൃഹദാരണ്യോപകത്തിലെ ഉക്തി, അതായത് അഹം ബ്രഹ്മാസ്മി. മൂന്നാമത്തേത് അഥർവവേദത്തിലെ മാണ്ഡൂക്യോപനിഷത്തിലെ ഉക്തി, അയം ആത്മാ ബ്രഹ്മ. നാലാമത് സാമവേദത്തിലെ ഛാന്തോക്യോപനിഷത്തിലെ ഉക്തി, നിങ്ങൾക്കെല്ലാം അറിയാം, തത്വമസി, തത് ത്വം അസി. അഞ്ചാമത്, ഇതിലെല്ലാം പ്രധാനമായി ആശാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഗുരുവായ ശ്രീനാരായണനാൽ പ്രോക്തമായ ആത്മോപദേശ ശതകത്തിലെ 100ാമത്തെ ശ്ലോകം. അതും ഇതുമല്ല അസദർത്ഥമല്ലഹം സച്ചിദമൃതം, ഞാൻ സച്ചിദാനന്ദമാണ്, സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി സതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി അമർന്നിടണം എന്നുള്ള ആ പരമമായ തത്വം. അപ്പോൾ ആശാൻ്റെ തത്വചിന്ത വളരെ ദൃഢമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ജീവാത്മാക്കളുടെയും അവസാനം പരമാത്മാവിലാണ്. ആശാൻ്റെ നാം എപ്പോഴും പ്രകീർത്തിക്കുന്നതാണ് ആശാൻ സ്നേഹഗായകനാണെന്ന്. എന്നാൽ ആശാൻ്റെ ആ സ്നേഹത്തിൻ്റെ തുടക്കം, അതിൻ്റെ അവസാനം, ആ സ്നേഹം എന്നുള്ള സ്നേഹത്തിൻ്റെ അർത്ഥം അത് അത് മറ്റൊരു കവിതയിൽ ആശാൻ അത് പാടുന്നുണ്ട്. ആശാനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അണുവിലും, ഈ ലോകത്തിലെ ഏറ്റവും പരമാണുവിൽ തുടങ്ങി അങ്ങ് ബ്രഹ്മാണ്ട കടാഹം മുഴുവൻ കഴിഞ്ഞ് അങ്ങ് പരമാത്മാവിൽ ലയിക്കുന്ന ആ അഖണ്ഡമായ ബോധമാണ്
കുമാരനാശാൻ്റെ സ്നേഹം അത് മാംസനിബന്ധതയിൽ നിന്നും മേലോട്ട് പോകുന്നു എന്ന സർവവ്യാപിയായ സ്നേഹം. ആ സ്നേഹത്തെയാണ് ആശാൻ തൻ്റെ കവിതയിൽ സ്നേഹഗായകനായി വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആശാൻ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കുമ്പോൾ ആശാൻ്റെ സ്നേഹം വളരെ അപൂർവമെന്ന് പറഞ്ഞുകൂടാ, വളരെ അഗാധതയിൽ മനസ്സിലാക്കേണ്ടുന്നൊരു സ്നേഹമാണ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം. സ്നേഹവ്യാഹതി തന്നെ മരണം. മരണമെന്ന് പറയുന്നത് സ്നേഹമില്ലായ്മയാണ്. അമ്മ തൻ നെഞ്ചു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും. മൈത്രി, ആ സ്നേഹം മൈത്രിയാണ്. ആ മൈത്രിയാണ് സ്നേഹം. അത് ബുദ്ധദേവൻ്റെ കാരുണ്യമാണ്, കരുണയാണ് സ്നേഹം. അവസാനമായി അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പയാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളി നിന്ന് മിഴിവെട്ടാതെ എന്ന ആ ഒരു സങ്കല്പമാണ് ആശാൻ്റെ സ്നേഹം. ആശാൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് അതിൻ്റെ ഗാഠമായ നിലയും അതിൻ്റെ ആശാൻ കവിതകളിൽ കൂടി വർണ്ണിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് കഴിയുള്ളൂ. ഈ ആശാൻ്റെ മറ്റൊരു പ്രസിദ്ധമായ കവിതയാണ് ചിന്താവിഷ്ടിയായ സീത. ചിന്താവിഷ്ടിയായ സീത വളരെ അഗാധമായൊരു കവിതയാണ്. ചിന്താവിഷ്ടിയായ സീതയിലെ സീത ഏത് സീതയാണ്? അത് ജനകൻ്റെ മകളായ സീതയാണോ? അല്ല. അത് ശ്രീരാമൻ സ്വയംവരം ചെയ്ത് വിവാഹം കഴിച്ചുകൊണ്ട സീതയാണോ? അല്ല. താൻ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളെപ്പറ്റി ഓർത്ത് രാമനോട് കുറ്റബോധ ഒരു കുറച്ചൊരു കോപത്തോടു കൂടി പറയുന്ന സീതയാണോ? അത് അല്ല. പിന്നീട് ഞാൻ രാമനെ കുറ്റം പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് വിചാരിച്ച് ആ രാമനോട് മാപ്പപേക്ഷിക്കുന്ന സീതയാണോ? അത് തീർച്ചയായുമല്ല. അത് മറ്റൊരു സീതയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, സുധർ മാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവൊന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത ആ ഉടജാന്തവാഴിയിൽ നിൽക്കുന്ന സീതയെപ്പറ്റി ഇന്നും നമ്മുടെ വിമർശകന്മാർക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ആ സീതയെപ്പറ്റി ആരാണ് ആ സീതയെന്ന് ആശാൻ ഒരു ഹിൻഡ് ചെയ്യുന്നുണ്ട്. പഴകീ വ്രതചര്യ ശാന്തമായി കഴിവൂ കാലമിത് ആത്മവിദ്യ. പഴകീ വ്രതചര്യ ശാന്തമായി കഴിവൂ കാലമിത് ആത്മവിദ്യ. അഴലെ മാറി. ആ സീതക്ക് ദുഃഖമില്ല, അത് മാറി. ആ സീതക്ക് ഒരു തരത്തിലുള്ള ദുഃഖവുമില്ല. കാരണം എന്താണ്? ആത്മവിദ്യ. കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് പഴകി വ്രതചര്യയിൽ കൂടി യോഗിനിയായ സീതയാണത്. സീത ഒരു സന്യാസിനിയാണ്. ആ സീത ദർശിച്ചു, നാളെ എൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. ആ സീത ആണ് ചിന്താവിഷ്ടിയായ സീതയിലെ സീത. ആ സീതയുടെ വികാരം എന്താണ്? ആ സീതക്ക് തൻ്റെ രാജാവും തൻ്റെ ഭർത്താവുമായ പ്രാണപ്രിയനുമായ രാമനോടുള്ള വികാരം വളരെ വ്യത്യസ്തമായൊരു വികാരമാണ്. കാരണം ആദ്യം സീത പറയാണ് രാമനോട്,
ദിനരാത്രികളറ്റു ശാന്തമാം അനഘസ്ഥാനമിതോ അരാതിധാമമാം. രാമ, ഞാൻ നാളെ ഈ ലോകം വിട്ട് ദിനരാത്രികളറ്റ് ദുഃഖവും സുഖവും വെടിഞ്ഞ് ദിനരാത്രികളറ്റ് ശാന്തമാം അനഘസ്ഥാനം, ഒരു അത്യുന്നതിയിലുള്ള പരമമായ സ്ഥാനത്തേക്ക് ഞാൻ പോവുകയാണ്. എന്നിട്ട് രാമനോട് സീത പറയുന്ന വാക്കുകൾ വളരെ വളരെ പ്രധാനമാണ്. രുചയാൽ പരിപക്വസത്വനായി നിജ ഭാരങ്ങളൊഴിഞ്ഞ് ശാന്തനായി അജപൗത്ര ഭവാനുമെത്തുമീ ഭജമാനായിക വിഭാവ്യമിപ്പദം. ഈ ഒരു കവിത, ഈ ഒരു ശ്ലോകം വളരെ പ്രധാനമാണ്. എന്താണ് സീത പറയുന്നത്? എന്താണ് സീതയുടെ രാമനോടുള്ള ഭാവം? അത് കാരുണ്യമാണ്. അത് വെറുപ്പല്ല, വിരോധമല്ല, അത് കാരുണ്യമാണ്, അത് അനുതാപമാണ്. സീതയ്ക്ക് രാമനോടുള്ള അനുതാപമാണ്. അത് സീതയ്ക്ക് രാമനോടുള്ള അനുകമ്പയാണ്. അങ്ങനെ അനുതാപം, അനുകമ്പ, ഈ തരത്തിലേക്ക് ഒരു യോഗിനിയായ സീത വളർന്നിരിക്കുകയാണ്. അതാണ് ചിന്താവിഷ്ടിയായ സീത എന്ന കവിതയുടെ മഹത്വം. ഈ കവിത നിങ്ങളിൽ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളത് വായിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു സൂം കോൺഫറൻസായി അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അത് വായിച്ച് സ്വാംശീകരിച്ചാൽ നിങ്ങളിതിൽ അമേയമായൊരു ആനന്ദം നിങ്ങളിൽ ഉളവാക്കും എന്ന് ഞാൻ പറയുകയാണ്. അതേപോലെ ആ കവിതയിൽ സീതയിൽ ആശാൻ്റെ ചില പ്രയോഗങ്ങൾ മറ്റ് മലയാള ഭാഷയിലെ ഒരു കവിതയിലും കാണാത്ത അത്രയും ഉന്നതമായ ചില ഭാഗങ്ങളുണ്ട്. ഇനി യാത്ര പറഞ്ഞിടട്ടെ ദിനസാമ്രാജ്യപതേ ദിവസ്പതേ. സീത ഒന്നൊന്നായി തൻ്റെ ചുറ്റുമിരിക്കുന്ന പ്രകൃതിയിൽ ഇരിക്കുന്ന തൻ്റെ ദുഃഖകരമായ ജീവിതത്തിൽ തനിക്ക് ആനന്ദം പകർന്ന, സന്തോഷം പകർന്ന ഓരോ വ്യക്തിയെയും നോക്കി, ഓരോ പ്രകൃതിയിലെ നോക്കി യാത്ര പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ ഒരു നിരൂപകൻ വിവരിച്ചത് സുപ്രീം പോയറ്റിക് അട്ടറൻസ് എന്നാണ്. അത്രയും സമാനതകളില്ലാത്ത ഒരു വർണ്ണനയാണ്. അതുപോലെ ബാലകൃഷ്ണൻ ആശാൻ്റെ ജീവിത ചരിത്രവേദ്യ ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രതിഭാരക്ഷസിൻ്റെ കുതിരസവാരി എന്നാണ് പറഞ്ഞത്. അതിലെ വരികളാണിത്. ഇനി യാത്ര പറഞ്ഞിടട്ടെ ദിനസാമ്രാജ്യപതേ ദിവസ്പതേ അതിദീപ്തിയേഴും കതിർ കനകാസ്രാവൃതനാം ഭവാനു ഞാൻ. സൂര്യദേവ, ഞാൻ യാത്ര പറയുന്നു. ലസിതസ്മിതനായ ചന്ദ്രിക ഭസിതസ്നാന മൃഗാംഗ കൈവിടാം. ചന്ദ്രനോട് യാത്ര പറയുന്നു. സ്വയം അന്തിയിലും വെളുപ്പിലും നിയതം ചിത്രവിരിപ്പു നെയ്തുടൻ വിയതാലയവാതിൽ മുട്ടുമൻ പ്രിയ സന്ധ്യേ. സന്ധ്യാദേവി നമസ്കാരം ഞാൻ പറയുകയാണ്, ഞാൻ വിട്ടുപോവുകയാണ്. രമണീയ വനങ്ങളെ രണൽ ഭ്രമരവ്യാകുലമാം സുമങ്ങളെ നിങ്ങളിൽ പ്രമദം പൂണ്ടവൾ യാത്ര ചൊല്ലു ഞാൻ. അങ്ങനെ പറയാണ്. സോ ഇതാണ് ആശാൻ്റെ കവിതകളിലെ ചില അപാരമായ വർണ്ണനകളാണ്. അതിൻ്റെ ഭംഗി അത് വായിച്ച് ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇത് എനിക്കറിയാൻ വേണ്ടി സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ
ദുരവസ്ഥയെപ്പറ്റി ഒരു വാക്ക് പറയാതെ, അതായത് നാം ദുരവസ്ഥയുടെ 100-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദുരവസ്ഥയെപ്പറ്റി കൂടി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ദുരവസ്ഥയെപ്പറ്റി പറയുമ്പോൾ ആശാൻ്റെ കവിതകളിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കവിതയാണ് ദുരവസ്ഥ. ദുരവസ്ഥ എഴുതാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അത് ചുമ്മാ ആശാനം എഴുതിയല്ല. ഗുരു ആശാനെ വിളിപ്പിച്ചു, ഏറനാട്ടിൽ പോയി അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് അയച്ചു. ആശാൻ മലപ്പുറത്ത് ആ ഏരിയയിൽ വന്നു, താമസിച്ചു, സ്ഥിതി അന്വേഷിച്ചു, തിരിച്ചുപോയി. അങ്ങനെയാണ് ആശാൻ ദുരവസ്ഥ എഴുതുന്നത്. രണ്ടാമത്, സാധാരണ ആശാൻ്റെ കവിതകൾ ആശാൻ ഒരു കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലമോ എടുക്കും. എന്നാൽ ആശാൻ്റെ ഏറ്റവും വലിയ കവിത ആശാൻ എഴുതിയത് 1-2 മാസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആശാനിൽ തന്നെ ഈ കവിത എഴുതണമെന്നൊരു ഏർജൻസി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആശാൻ ആ കവിത എഴുതിയത്. അത് മാത്രമല്ല, ആശാൻ ഈ കവിതയുടെ അവതാരികയിൽ ഒരു സൂത്രം പ്രയോഗിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ആശാൻ വളരെ വളരെ നയജ്ഞനും സൗമ്യനും ആയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാൻ അവതാരികയിൽ പറഞ്ഞു, ഇതെൻ്റെ ഒരു വിലക്ഷണ കൃതിയാണ്. അതൊരു വലിയ ട്രിക്കാണ് ആശാൻ ചെയ്തത്. കാരണം ആശാൻ അറിയാം ഈ കവിത ആരിലേക്കാണ് പോകുന്നത്. ഈ കവിത അന്ന് വിലയിരുത്താൻ പോകുന്നത് ആ കാലത്തെ സാംസ്കാരിക നായന്മാരാണ്. നിങ്ങൾക്കറിയാം ആരാണ് ഈ സാംസ്കാരിക നായന്മാരെന്ന്. അവർ എപ്പോഴും ഭരണവർഗത്തിൻ്റെ വൈതാളികന്മാരാണ്. അവരിലേക്ക് ആരാണി വൈതാളി, ഇന്നത്തെ എല്ലാം പറയുന്നു 100 കൊല്ലം മുമ്പ്, അന്നത്തെ സാംസ്കാരിക നായന്മാർ വലിയ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ചെറിയ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അതിൻ്റെ ഇടയിലുള്ള തമ്പുരാൻ ഇവരാണ് സാംസ്കാരിക നായന്മാർ. അതുകൊണ്ട് ആശാൻ ഈ പദം പ്രയോഗിച്ചത്, നിങ്ങൾ എക്സൈറ്റഡ് ആവണ്ട, നിങ്ങൾ തുള്ളണ്ട, പുരപ്പുറത്ത് വഴി തുള്ളണ്ട, നിങ്ങൾക്ക് കോപിക്കണ്ട, ഇതെൻ്റെ ഒരു വിലക്ഷണ കവിതയാണ്. പക്ഷെ ആശാൻ അറിയാം ഈ സാംസ്കാരിക നായകന്മാരെല്ലാം കാലത്തിൻ്റെ കുത്തൊലിച്ച് അറബിക്കടലിൽ പോകുമ്പോൾ തലമുറകൾ കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ദുരവസ്ഥ ആരാധിക്കപ്പെടുകയും വായിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1000 സാഹിത്യാസ്വാദകന്മാർ ചെയ്യുമെന്ന് ആശാൻ ഉറപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു വിലക്ഷണ കവിതയാണ്, നിങ്ങളതിനെപ്പറ്റി അധികം ചിന്തിക്കേണ്ടതാണ്. ഈ കവിതയിൽ മറ്റൊന്ന്, നിങ്ങൾ ദുരവസ്ഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ദുരവസ്ഥയിൽ ലെറ്റ്സ് ഫോർ ഇമാജിനേഷൻ സേ, ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, എന്നാൽ 500 വരികളുണ്ടെന്ന് വെക്കുക. 500 വരികളിൽ 50 വരികളിൽ മാത്രമാണ് ആശാൻ ക്രൂര മഹമ്മദർ ചിന്തുന്ന ചോരയാൽ ചോന്നഴും ഏറനാട്ടിൽ നിന്ന് ഒരു പ്രത്യേക മതക്കാരെ വിവക്ഷിച്ച് എഴുതിയിട്ടത് വെറും 50 വരികൾ. ബാക്കി 450 വരികളും ആശാൻ എന്തിനെപ്പറ്റി എഴുതിയത്? അന്നത്തെ പുളിച്ച് നാറി ദുർഗന്ധം വമിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തെ പറ്റിയാണ് ആശാൻ എഴുതിയത്. അതെല്ലാവരും അങ്ങ് മറന്നുപോയി. ആശാൻ മുസ്ലിങ്ങൾക്കെതിരെ ആശാൻ എഴുതിയത്, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും ഇവകളി നിങ്ങളെത്താൻ എന്നും, എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും നൂനമലസിപ്പോയി. ആ വാക്ക് നോക്കൂ, ഗർഭാലസ് നൂനമലസിപ്പോയി കേരള മാതാവേ നിൻവയറ്റിലെന്നും അത്രയും ഗാഠമായി ആശാൻ്റെ ദുരവസ്ഥ എഴുതുന്ന ആശാൻ്റെ മനോഗതം ഒരു പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതത്തിന് തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആശാൻ്റെ ഉള്ളിൽ താൻ സഹിച്ച, തൻ്റെ ചുറ്റുമുള്ള തൻ്റെ അനുയായികൾ സഹിച്ച നൂറ്റാണ്ടുകളായുള്ള ഉച്ചനീചത്വവും തൊട്ടുകൂടായ്മയും എല്ലാം സഹിച്ച അതിൻ്റെ ഒരു പൊട്ടിത്തെറിയായിരുന്നു ദുരവസ്ഥ. അത് നാം മനസ്സിലാക്കണം. ദുരവസ്ഥ പബ്ലിഷ് ചെയ്ത് ഒരു
തലമുറ കഴിഞ്ഞ അപ്പോഴേക്കും ദുരവസ്ഥയിലെ അന്നത്തെ നിരൂപകന്മാർ, അന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ നിരൂപകനാണ് കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹം എഴുതി, അക്കമിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആശാൻ്റെ കവിതകളിലെ ഏറ്റവും ഉന്നതമായൊരു കവിതയാണ് ദുരവസ്ഥ. മാത്രമല്ല EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ പുരോഗമന കവിതയാണ് ദുരവസ്ഥ എന്നാണ്. അതുമാത്രമല്ല തായാട്ട് ശങ്കരൻ എന്ന മറ്റൊരു പ്രസിദ്ധ നിരൂപകൻ എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ യഥാതഥ കവിത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റിയലിസ്റ്റിക് പോയം, ആദ്യത്തെ റിയലിസ്റ്റിക് പോയം ദുരവസ്ഥയാണെന്ന്. ഇതൊന്നും കൂടാതെ ഈയിടെ മൺമറഞ്ഞ ആശാൻ്റെ 2 തലമുറ കഴിഞ്ഞ് ജനിച്ച് ജീവിച്ച മഹാകവി വൈലോപ്പള്ളി ആശാൻ സ്മാരകമായി എഴുതിയ കുമാരകോകിലം എന്ന കവിതയിൽ ആശാൻ്റെ ഏറ്റവും മഹത്തായ കവിതാഭാഗത്തെ ഉദ്ധരിച്ചതിൽ എഴുതിയതാണ്: പൂക്കാലം വന്നുവല്ലോ മലർവനി പരിപാലിക്കുവോരേ, ഉണർന്നേൽക്കാവൂ നിങ്ങളോരോ തടവും അലിവിൽ മുക്കാവൂ, ഇക്കാണും പൂവിലൊന്നിൽ ഒരു കുളിർ വനമാലിക്കേൽക്കാതെ, ഈ തേൻ വാക്കാലോർക്കൂ കുമാരപ്രിയ കവിതകമേ നിന്നെയെന്നും വസന്തം. അത്ര മനോഹരമായ ഭാഗമാണ് ദുരവസ്ഥയിലെ ആ ഭാഗമെന്ന് ആണ് ആ മഹാകവിയെ വൈലോപ്പള്ളി സ്മരിക്കുന്നത്. ഈ ലോകത്തിൽ ഓരോ ഋതുവും വസന്തമെന്ന ഋതു ഉള്ള കാലം വരെ നിൻ്റെ വരികൾ ഓർമ്മിക്കപ്പെടും എന്നാണ് പറയുന്നത്. ആ വരി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം. ഉദ്യാനപാലകന്മാരെ ഭവാന്മാരുണർ നുദ്യമിപ്പിൻ പുഷ്പകാലമായി, ഉച്ചാവചങ്ങളാമോമൽസുമങ്ങള മെച്ചമേറിയിടുമീ ആരാമത്തിൽ, ദേവൻ വനമാലിക്കാമോദമേവാത്ത പൂവൊന്നുമല്ല എന്നോർത്തുകൊള്ളുവിൻ. എല്ലാം വിടർന്ന് പരിമളം തൂവട്ടെ, എല്ലാം ചിതറട്ട വർണ്ണശോഭ, തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിപ്പിൻ സരസമായി, സ്നേഹത്താൽ നിത്യം തടം നനപ്പിൻ, ദയാദോഹളം നൽകുവിൻ പൂവിനെല്ലാം. അത്രയും ഉത്ബോധനാത്മകമായ ആ വരികൾ ആണ് ആശാൻ ദുരവസ്ഥയിൽ ചൊല്ലിയത്. ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം. അപ്പോൾ ആശാൻ, ഇത് വളരെ പ്രധാനമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അടുത്ത സെഷൻ നിങ്ങൾ ഒരുപക്ഷെ ചിലതെല്ലാം കേൾക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് പ്രിക്കോഷണറിയാണ്. എന്താണ്? അപ്പോൾ ആശാൻ ആ കാലത്തെ അടിഞ്ഞ് മലീമസമായി ദുർഗന്ധമായി വയ്ക്കുന്ന ഹിന്ദു മതത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ആശാൻ ഇസ്ലാം മതത്തിലെ ക്രൂരതയും പറഞ്ഞു, രണ്ടും പറഞ്ഞു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? സഹോദരി സഹോദരന്മാർ, നിങ്ങളത് ആലോചിക്കണം. ഇന്നത്തെ സ്ഥിതി എന്താണ്? ആശാൻ പറഞ്ഞ ആ സംഗതികളെല്ലാം മാറിയില്ലേ? ഇന്ന് നിങ്ങൾക്ക് ബ്രാഹ്മണന്മാർ കുറ്റം പറയാൻ പറ്റുമോ? ബ്രാഹ്മണന്മാർക്ക് എന്താ പവർ? നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു OBC-കാരനാണ്. കേരള മന്ത്രിസഭയിൽ ഞാൻ എണ്ണി നോക്കി 5-6% ബ്രാഹ്മണന്മാർ. കേരള മന്ത്രിസഭയിൽ ബ്രാഹ്മണനേ ഇല്ല, ഇല്ലേ? എന്നിട്ടും നാം ഇപ്പോഴും കുറ്റം പറയുകയാണ് ആരാ? ബ്രാഹ്മണന്മാർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത്. അതേസമയം കേരളത്തിലെ ജാതി വ്യവസ്ഥയും ഭരണവ്യവസ്ഥയും എല്ലാം മാറി മറിഞ്ഞു. ഇന്ന് പവർ ആരുടെ കയ്യിലാണ്? സാധാരണക്കാരൻ്റെ കയ്യിലാണ്, അവർണരുടെ കയ്യിലാണ്, ഇവരുടെ കയ്യിലാണ്. എന്നിട്ടും നാം ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം
ഇതിലുള്ള ഒരു കാരണം. അപ്പം നിങ്ങൾക്ക് പറയാം, ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം, ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ശാന്തി ബ്രാഹ്മണനല്ലേ, ഒരു ബ്രാഹ്മണ ക്ഷേത്രമല്ലാത്ത നമ്മളെ പേര് വരുന്നില്ല, ഏറ്റവും പോപ്പുലർ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നത് ബ്രാഹ്മണനല്ലേ എന്ന് പറയും. അതിനുള്ള ഉത്തരം അത് ബ്രാഹ്മണൻ്റെ കുറ്റമല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ അന്ധകാരത്തിൻ്റെയും നികൃഷ്ടബോധത്തിൻ്റെയും എല്ലാം പരിണിത ഫലമാണത്. നിങ്ങളുടെ ഉള്ളിലാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവായൂർ അമ്പലത്തിലെ നടവരവ്, അതിൻ്റെ 60-70% കൊടുക്കുന്ന ജനവിഭാഗം ആരാണ്? അത് തീയരും ഈഴവരുമാണ്. നായന്മാരൊന്നും അങ്ങനെ പണം കൊടുക്കില്ല, നമ്പൂര് തീരെ കൊടുക്കില്ല. അപ്പോൾ ഈ 60 ഇത്രയും മാത്രമല്ല, നമ്മളെ ഭരിക്കുന്നതാരാണ്? നമ്മളെ മുഖ്യമന്ത്രി ആരാണ്? സുപ്രീം കോടതിയിൽ നിന്ന് 2 വിധി പറഞ്ഞു. ഒരു ക്ഷേത്രത്തിൽ പൂജാരിയാകാൻ യോഗ്യത മാത്രം നോക്കണമെന്ന് പറഞ്ഞു. 2 വിധി, ഒന്നല്ല 2 വിധി പറഞ്ഞു. എന്നിട്ടും കേരളത്തിൽ നാം അത് നടപ്പാക്കുന്നില്ല. ഇപ്പോൾ ഒരു തന്ത്രിയായി അതിനൊരു പരീക്ഷ വെച്ച് അതിൻ്റെ പൂർണ്ണമായും യോഗ്യതയുള്ള ഒരാൾ മതി, വേറെ ഒന്നും വേണ്ട, യോഗ്യത. അങ്ങനെ വെക്കുകയാണെങ്കിൽ ശ്രീധരൻ തന്ത്രിയെപ്പോലെയുള്ള ഒരു വ്യക്തിക്ക് സമാനമായി മറ്റുള്ള ആളുടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് നാം ചെയ്യാത്തത്? അതിന് നമ്മൾ പിന്നെയും വർണ്ണാശ്രമം, വർണ്ണം, പിന്നെ ചാതുർവർണ്ണം, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പല ചാനലുകളുമുണ്ട്. ഇവരുടെ പേര് ഫ്രീ തിങ്കേഴ്സ് അസോസിയേഷൻ, ഇവരുടെ പേര് എല്ലാറ്റിനും ശ്രീനാരായണൻ എന്നുള്ള ഒരു വാലങ്ങ് ചേർക്കും. ശ്രീനാരായണ അതേ ശ്രീനാരായണ. ഇവർക്കാർക്കും ശ്രീനാരായണനുമായ ഒരു ബന്ധവുമില്ല. ഗുരുദേവൻ്റെ ദർശനങ്ങളെ പറ്റിയോ ഒരു ബന്ധമില്ല. അവയിൽ വരുന്ന പ്രാസംഗികന്മാർ ഞാൻ എത്രയോ പേരെ കേട്ടിട്ടുണ്ട്. ഗുരുദേവനെ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച ഒരു പ്രസംഗത്തിൽ ഗുരുദേവനെ യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസിയായിരുന്നു എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടമുള്ള ആളുകളാണ് വന്ന് പ്രസംഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുക, പിന്നെ 100 കൊല്ലം മുമ്പ് 200 കൊല്ലം മുമ്പ് പറഞ്ഞ അതിനെ തന്നെ പിന്നെയും മറക്കുക. ഇപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ കാരണം നമ്മൾ തന്നെയാണ്, നമ്മളാണ് അതിന് കാരണം. ഞാനൊരു രഹസ്യം പറയാം. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് പോറ്റി. ഐ ഹാവ് ടോൾഡ് യു, ഞാൻ ഇതുവരെ ഗുരുവായൂർ പോയിട്ടില്ല. ഞാൻ മഹാഭക്തനാണ് കൃഷ്ണൻ്റെ. ഞാൻ ജയദേവൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്ലേഷൻ, ചങ്ങമ്പുഴയുടെ കവിതകൾ വായിച്ചിട്ടുണ്ട്, നാരായണീയം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ ഗുരുവായൂർ പോയിട്ടില്ല. എന്താ കാരണം? ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ആരാണ് കൃഷ്ണൻ? കൃഷ്ണൻ ഒരു OBC ആണ്, യാദവനാണ്. കൃഷ്ണൻ ഒരു OBC ആണ്. പിന്നെയോ കൃഷ്ണൻ്റെ നിറമോ എന്നേക്കാൾ 3 ഇരട്ടി കറുത്തിട്ടാണ് കൃഷ്ണൻ. പിന്നെ അങ്ങനെയുള്ള കൃഷ്ണനെ എന്തുകൊണ്ട് ഒരു ഭാഗത്തിന് മാത്രം ആരാധിക്കാൻ പെർമിഷൻ? അപ്പം അതിൻ്റെ കുറ്റം പാവം ബ്രാഹ്മണന്മാരെ വിട്ടേക്കും. അവർ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ അധകൃത മനോഭാവമാണ്. അതാണ് നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾ വിവർത്തരാകണം, നിങ്ങൾക്കൊരു ബോധം വരണം. എനിവേ, ഞാനിനി തുടരുന്നില്ല.
മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പു നൽകി. നമസ്കാരം.